ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു FD കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് കാർഡിനെ കുറിച്ചാണ്, അതായത് അല്ലെങ്കിൽ സെക്യൂർ FD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഇപ്പോഴും ഇഷ്ടം പോലെ കമൻറ്റ്സ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഏതാ, അതായത് FD ഇട്ട് എടുക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് കാർഡ് ഏതാ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോർമലി അറിയായിരിക്കും എല്ലാ ബാങ്കിനും ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതായത് സെക്യൂർ FD ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ പബ്ലിക് ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ SBI, യൂണിയൻ ബാങ്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളായിട്ടുള്ള HDFCകൾ, കോട്ടക് അല്ലെങ്കിൽ ആക്സിസ്, എല്ലാവർക്കും ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡുകളുണ്ട്. പക്ഷേ ഈ ഡയറക്റ്റ് FD നമ്മുടെ ഈ മെയിൻ ബാങ്കുകളുടെ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അതിൽ രണ്ടും മെയിൻ കോണുണ്ട്. ഒരെണ്ണം നമുക്ക് കിട്ടുന്ന ലിമിറ്റ് ഭയങ്കര കുറവായിരിക്കും. ഇവർ ലിമിറ്റ് കൊടുക്കുന്ന 70%, 80% ആയിരിക്കും ലിമിറ്റ് കൊടുക്കുക മാക്സിമം. നോർമലി മിക്ക എല്ലാ ബാങ്കുകളും 70% കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മളൊരു സെക്യൂർ കാർഡ് ഒരു ബാങ്കിന് എടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ തന്നെ ഒരു FD ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ, അതായത് നോർമലായിട്ടുള്ള അൺസെക്യൂർഡ് കാർഡ് കിട്ടാൻ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ SBI ബാങ്കുകാരാണ്. പിന്നെ വേണമെങ്കിൽ വരുന്നത് ക്രെഡിലിയോ ഉണ്ട്. ക്രെഡിലിയോ പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് ആനുവൽ ചാർജുള്ള കാർഡാക്കാം. തൽക്കാലം ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പക്ഷെ അതിനങ്ങനെ അത് ഓൾറെഡി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മെൻഷൻഡ് ആണ്. പക്ഷേ മാഗ്നറ്റ് കാർഡ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിന്റെ കാര്യം പറയുന്നത്. പക്ഷെ പിന്നെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ഹൈ എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് 1,00,000 മുകളിലൊക്കെ നിങ്ങൾ ഇട്ടിട്ട് കാർഡ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ മെയിൻ ബാങ്കുകളിലെ FD കാർഡ് എടുക്കാൻ തന്നെയാണ്. എന്താ വെച്ചാൽ ആ സമയത്ത് ഞാൻ ആക്ച്വലി ഈ നമ്മുടെ ഒന്നാമത് 1,00,000 മുകളിൽ നമ്മുടെ മാഗ്നറ്റ് കാർഡ് എടുക്കാൻ പറ്റില്ല, വേറെ കാര്യം. പക്ഷെ ഒരു സെക്യൂർ പർപ്പസിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഹൈ എമൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബ്രാഞ്ചിൽ പോയിട്ടൊക്കെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോർമൽ ബാങ്കുകളുടെ കാർഡ് എടുക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ എമൗണ്ട് എടുക്കാനാണ്, അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടും ഉപയോഗിക്കാനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് FD ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാണ് നമുക്ക് അതിന്റെ ബേസിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഇട്ട എമൗണ്ടും ഇൻട്രസ്റ്റും കിട്ടും. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈ എമൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക് ബാങ്ക് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ. പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ബ്രാഞ്ചിൽ പോയിട്ട് സംഭവമൊന്നും പറ്റില്ല, അങ്ങനത്തെ സംഭവമൊന്നും പറ്റില്ല. എല്ലാം ഓൺലൈൻ പ്രോസസ്സ് തന്നെയാണ്. SBI ബാങ്കുകാരുടെയാണ്. ചെറിയ എമൗണ്ട്, അതായത് നിങ്ങൾക്ക് ഇതിന്റെ വരെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. 5,000 രൂപ ഇട്ടാൽ അതിന്റെ 90% ആണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് കിട്ടുക. ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഡോക്യുമെന്റ്സോ സംഭവമൊന്നും ആവശ്യമൊന്നുമില്ല. 100% അപ്രൂവലാണ്. KYC മാത്രം ഇഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരു 100% ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നമുക്ക് കാർഡ് കിട്ടും. ഈ വിർച്വൽ കാർഡും വരുന്നുണ്ട്, ഫിസിക്കൽ കാർഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെക്കോ സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഇടുന്ന FDക്ക് നമുക്ക് ആക്ച്വലി ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് SBI ബാങ്ക് എന്ന് പറയുന്നത് ഒരു RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് DIGCയുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഇൻഷുറൻസ് 5 ലക്ഷം വരെ പ്രൊഡക്ഷനും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ കുറെ പേർക്ക് അത് അറിയുന്നതായിരിക്കില്ല, FD എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ ഇടുന്ന എമൗണ്ടുമേ നമുക്ക് 7.1% ഇൻട്രസ്റ്റും കിട്ടൂട്ട. അതായത് ഇത് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ കാർഡിന്റെ ലിമിറ്റ് കൊണ്ട് ഉപയോഗിച്ചത് മാത്രമല്ലാണ്ട് നമുക്ക് ആ ഇട്ട എമൗണ്ടുമേ ഒരു 7.5% അല്ലെങ്കിൽ 7.1% ഇൻട്രസ്റ്റും കൂടി തിരിച്ചു കിട്ടും. അപ്പോൾ അതും കൂടി പ്ലസ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചാർജസോ സംഭവങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ലാഭം പരിപാടി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ മെയിൻ ഗുണം ഓഫ് FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഭയങ്കര കുറവാണ്, ഓൾറെഡി നിങ്ങൾക്ക് ഡ്യൂ ഒക്കെ ആയിട്ട് ആകെ പ്രശ്നത്തിലാണ് സിബിലൊക്കെ ആണെങ്കിൽ വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് FD ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് വേറെ കിട്ടില്ല, വേറെ കാര്യം. പിന്നെ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും. അപ്പോഴതും പിന്നെ അത് ഈ സിബിൽ ചെറുതായിട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. ഇതാകുമ്പോൾ എല്ലാ മാസവും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് FD ക്രെഡിറ്റ് കാർഡ് തന്നെ രക്ഷയുള്ളൂ. അപ്പോൾ മിക്ക ആൾക്കാരും ഇത് ചോദിച്ചിട്ടാണ് നമുക്ക് കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ ഇട്ടിട്ട് FD ക്രെഡിറ്റ് കാർഡ് വരുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ സാധനം തന്നെയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി IDFC പോകുമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മളതിന് മുമ്പ് വീഡിയോ ഇട്ടുണ്ടെന്ന് ഞാൻ ആക്ച്വലി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അത് ക്ലോസ് ചെയ്തപ്പോൾ ഭയങ്കര കൂറ കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. പറയുമ്പോൾ ഡയറക്റ്റ് ബ്രാഞ്ച് IDFC ബാങ്ക് ഒക്കെയാണ്, പക്ഷേ ഭയങ്കര തല്ലിപ്പൊളി സർവീസാണ്. നമ്മുടെ SBI ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതിനാണ് തല്ലിപ്പൊളിയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് FD തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവന്മാരുടെ അടുത്ത് ഒരു 2-3 ദിവസം കോൾ ചെയ്തും ഇമെയിൽ ത്രൂവും ട്വിറ്റർ ത്രൂ ഒക്കെ അടികൊണ്ടുവന്നു. എന്നിട്ട് ലാസ്റ്റ് 25 ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മെയിൻ പബ്ലിക് ബാങ്കുകളിലെ പോയിട്ട് FD ഇട്ടിട്ട് കാർഡ് എടുക്കാൻ നോക്കട്ടെ. അതിൽ പക്ഷേ SBI ഇടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70% ഓഫ് ഇട്ട എമൗണ്ടിന്റെ 70% നമുക്ക്
കാർഡിൽ ലിമിറ്റ് കിട്ടുള്ളൂ കേട്ടോ. അതാണ് നോക്കേണ്ട വേറൊരു പോയിന്റ്. അപ്പോൾ ഇത് ഈസി പരിപാടിയാണ്. ഇത് ആക്ച്വലി പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് iOS-ൽ ഇതിന് ഈ ആപ്പ് അവൈലബിൾ അല്ല. അത് ആക്ച്വലി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡാണല്ലോ. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ZTap എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ എടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡും കിട്ടും. അപ്പോൾ അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ മാഗ്നറ്റിൻ്റെ കാർഡിൻ്റെ ലിങ്കിലേക്കാണ് പോവുക, പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. അപ്പോൾ അതിന് ഡൗൺലോഡ് ചെയ്യുക, അതിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. അതായത് പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ആധാർ കാർഡ് നമ്പർ. അപ്പോൾ ആധാർ വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ആധാറിൻ്റെ മൊബൈൽ നമ്പർ OTP ലിങ്ക്ഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ OTP വരും. അതിനുശേഷം നമുക്ക് എത്ര എമൗണ്ട് ഇടണമെന്ന് ചോദിക്കും. അത് നമ്മുടെ ഏതെങ്കിലും ഒരു മെയിൻ ബാങ്ക് അക്കൗണ്ട് ത്രൂ UPI, ത്രൂ നെറ്റ് ബാങ്കിങ്, ത്രൂ ഡെബിറ്റ് കാർഡ് ത്രൂ ഇടുക. അതിനുശേഷം നമുക്കൊരു വീഡിയോ KYC ഓപ്ഷൻ വരും. വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വെർച്വൽ കാർഡ് ആക്ടിവേറ്റ് കിട്ടും. അതിനുശേഷം നമുക്കൊരു 1 വീക്കിനുള്ളിൽ തന്നെ ഫിസിക്കൽ കാർഡും കിട്ടും. ഫിസിക്കൽ കാർഡ് നോർമലി വരുന്നത് വിസ കാർഡാണ്, റൂപേ വേരിയന്റ് അല്ല വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ആക്ച്വലി ഇവർക്ക് വേറെ ഒരു റൂപേ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് SBI ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് അനുസരിച്ചിട്ടും എന്താ പറയുക സംഭവം അനുസരിച്ചും മാറി എടുക്കാം. എല്ലാം ഓൾമോസ്റ്റ് സെയിം ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ 3 കാർഡുകളിലും, അതായത് മാഗ്നറ്റ് കാർഡിൻ്റെയും ക്രെഡിലിയോ കാർഡിൻ്റെയും, ക്രെഡിലിയോന് ചെറുതായിട്ട് ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് അതിൽ വെൽക്കം ബെനിഫിറ്റ് അങ്ങനെ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റൂപേ കാർഡിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെന്റോ സംഭവമൊന്നും ആവശ്യമില്ല. FD ബേസ്ഡ് ആണ്. സിബിൽ സ്കോർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും ഒരു എന്താ വെച്ചാൽ ബാങ്കിനായിട്ട് സിബിൽ സ്കോറൊക്കെ കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡ്യൂ ആയിട്ടൊക്കെ കുറവുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി തന്നെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പിന്നെ അത് പോരാണ്ട് നമുക്കിപ്പോൾ മാഗ്നറ്റ് കാർഡിൽ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ ടൈപ്പ് വരുന്നുണ്ട്. അതായത് 20,000 പ്ലസ് ടോപ്പ് ബ്രാൻഡുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് വോച്ചേഴ്സും സംഭവമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റും സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു തരാൻ കണ്ടു. മാഗ്നറ്റിൻ്റെ വെൽക്കം ബെനിഫിറ്റുകളാണ്. അപ്പോൾ അവരുടെ ആപ്പിൽ തന്നെ ഇത് ZTap ആണ്. ഇതിൽ തന്നെ നമുക്ക് കാണിക്കുന്ന ഓപ്ഷൻസ് ആണ് കണ്ടു. എന്തൊക്കെയാണ് ഹോട്ട്സ്റ്റാർ, നെറ്റ്മെറ്റ്സ്, ഹിന്ദു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇവരുടെ കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 45% ഓഫുള്ള ഗിഫ്റ്റ് കാർഡ് ഓഫ് മിന്ത്ര, പൂമ, AJIO, ഊബർ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രീം ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് Paytm കൂടെ ഫ്ലൈറ്റിൻ്റെ ഇത്, Paytm ബസ്, Paytm ഹോട്ടൽസ് കൂടെ നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഇവരുടെ ഈ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മാഗ്നറ്റ് FD ക്രെഡിറ്റ് കാർഡ്? ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവം ഒന്നും അല്ല കേട്ടോ, അത് തെറ്റിയിരിക്കണ്ട. ഇത് പറഞ്ഞേക്കുന്നുണ്ട്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് യു ഗെറ്റ് എ കോംപ്ലിമെന്ററി 6-month Paytm ഫസ്റ്റ് മെമ്പർഷിപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഫ്രം ടോപ്പ് ബ്രാൻഡ്സ് ലൈക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, ഗാന പ്ലസ്, നെറ്റ്മെറ്റ്സ്. അത് ഇപ്പോൾ ആക്ച്വലി ഇവർ ഞാൻ പറഞ്ഞില്ല, ഇത് കുറേ ബ്രാൻഡ്സ് ആയിട്ട് ഇപ്പോൾ ടൈപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സംഭവത്തിനൊക്കെ അവർ 6-month Paytm ഫസ്റ്റ് മെമ്പർഷിപ്പും കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ യു വിൽ ഓൾസോ റിസീവ് എ വെൽക്കം ബെനിഫിറ്റ് വർത്ത് ₹100 ആസ് കോയിൻസ് വെൻ യു, അതായത് മാഗ്നറ്റ് കാർഡിൻ്റെ കോയിൻസ് ആയിട്ട് when the card is approved കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൗ ഡു ഐ അൺലോക്ക് ദ ജോയിനിങ് ബെനിഫിറ്റ്? അതെങ്ങനെയാണ് നമ്മൾ ആ ജോയിനിങ് ബെനിഫിറ്റ് അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു അൺലോക്ക് യുവർ ജോയിനിങ് ബെനിഫിറ്റ് അപ്ലൈ ഫോർ എ മാഗ്നറ്റ് FD കാർഡ് ഓൺ അപ്രൂവൽ സെറ്റപ്പ് യുവർ FD ആൻഡ് ആക്ടിവേറ്റ്. കാർഡ് ആക്ടിവേറ്റ് അത്രേ ഉള്ളൂ, കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എങ്ങനെ നമുക്ക് ഈ കോയിൻസ് റിഡീം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ZTap ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൗച്ചേഴ്സും അതുപോലെ തന്നെ ബ്രൗസ് ത്രൂ ദ അവൈലബിൾ വൗച്ചേഴ്സ് ഫ്രം ദ ടോപ്പ് ബ്രാൻഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക, സെലക്ട് ദ വൗച്ചേഴ്സ് യു വാണ്ട് ടു പർച്ചേസ്. ആ കോയിൻ കൊണ്ട് നമുക്ക് ആ വൗച്ചേഴ്സ് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഹൗ ഡു ഐ റിഡീം ദ ജോയിനിങ് ബെനിഫിറ്റ് ദാറ്റ് കംസ് വിത്ത് മാഗ്നറ്റ് FD കാർഡ്? അപ്പോൾ യുവർ ജോയിനിങ് ബെനിഫിറ്റ് വർത്ത് ₹21,000 ആർ ഇൻക്ലൂഡഡ് ഇൻ എ 6-month Paytm ഫസ്റ്റ് മെമ്പർഷിപ്പ്. യു വിൽ റിസീവ് എ കൂപ്പൺ കോഡ് ഓൺ യുവർ രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ വിയ വാട്സ്ആപ്പ് ആൻഡ് ഇമെയിൽ 72 hours ആഫ്റ്റർ കാർഡ് ആക്ടിവേഷൻ. അതായത് ഒരു കോഡ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് 72 മണിക്കൂർ കഴിഞ്ഞിട്ട്, ആഫ്റ്റർ ആക്ടിവേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മാഗ്നറ്റ് കാർഡിൻ്റെ ഗുണം. ഇപ്പോൾ അവർ അത്യാവശ്യം ഇമ്പ്രൂവും ചെയ്തിട്ടുണ്ട് മാഗ്നറ്റ് കാർഡ്. നല്ല പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിലിയോ കാർഡിൽ ഇതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റ് സംഭവിക്കുന്നത്. അതും ആക്ച്വലി ആ പരിപാടിയും ഇപ്പോൾ ആക്ച്വലി മാഗ്നറ്റ് കാർഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് FD കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ എടുക്കാവുന്ന ഒരു കാറ്റഗറി ഉപയോഗിച്ചിട്ട് നോക്കുന്ന ഒരു കാർഡാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കുറച്ച് റിപ്പീറ്റേഷൻ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റിൽ പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ചു പോലെ കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ നമ്മൾ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.